തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റാണ്. TH577825 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ്. ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാൻ കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പാലക്കാട് നിന്നാണ് ആ ടിക്കറ്റ് ഏജന്റ് എടുത്തിരിക്കുന്നത്. തങ്കരാജനാണ് ആ ഏജന്റ്. ആറ്റിങ്ങൽ ഉള്ള തങ്കരാജൻ, ആറ്റിങ്ങൽ ഭഗവതി ഏജന്റ് തങ്കരാജനാണ് അത് എടുത്ത് ആ ടിക്കറ്റ് വാങ്ങിയത്. ആർക്കാണ് കൊടുത്തത് എന്ന കാര്യത്തിൽ ഇനി നമുക്ക് വളരെ കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എല്ലാവരും തേടുന്നത് ആ ഭാഗ്യശാലിയാണ്. ആ ടിക്കറ്റ് എവിടെയാണ് വിറ്റത് എന്നതുൾപ്പെടെ അറിയേണ്ടതുണ്ട്. മന്ത്രിക്കും അത് സംബന്ധിച്ച് ധാരണയില്ല. പാലക്കാട് നിന്നുള്ള ടിക്കറ്റാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയുന്നത്. ടിക്കറ്റ് ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഈ ടിക്കറ്റ് വിറ്റത് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തിനാണെന്ന് ഉറപ്പിക്കാമോ നമുക്ക്? തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ഭഗവതി ഏജന്റാണ് ഈ ടി തങ്കരാജ്. അതുകൊണ്ട് അവിടെ നിന്ന് വിറ്റുപോയിരിക്കുന്ന ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനമായി, അതായത് TH577825 എന്ന ഒന്നാം സമ്മാനാർഹമായിരിക്കുന്ന ടിക്കറ്റിന്റെ വിൽപ്പന നടന്നിരിക്കുന്നത് ആറ്റിങ്ങലിൽ നിന്നാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ആരെങ്കിലുമാണോ, അതോ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് യാത്ര പോയ വഴി ആറ്റിങ്ങലിൽ നിന്ന് എടുത്തവരാണോ, അതോ അതിർത്തി ജില്ലകളിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനായി മാത്രം ഇവിടേക്ക് എത്തിയ ആരെങ്കിലുമാണോ, ഇതൊന്നും ഉറപ്പില്ല. ആ ആകാംക്ഷ ഇനി ഏറുകയാണ്. എന്തായാലും പാലക്കാടിന്റെ ഭാഗ്യം അത് തിരുവനന്തപുരത്തിലൂടെ വീണ്ടും ഒരു കോടീശ്വരനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു കോടീശ്വരനല്ല, ഒരുപാട്, ഏതാണ്ട് 21 കോടീശ്വരന്മാർ ആകെ, അങ്ങനെ പറയേണ്ടി വരും. കാരണം ഒന്നാം സമ്മാനമായി 25 കോടി, 1 കോടി വീതം 20 പേർക്ക്, അങ്ങനെ ആകെ 21 കോടീശ്വരന്മാർ ഈ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഈ 25 കോടി നേടിയ ഭാഗ്യശാലി, ഒന്നാം നമ്പർ ഈ ഭാഗ്യശാലി അത് തിരുവനന്തപുരം ജില്ലക്കാരനാണോ അതോ മറ്റെവിടെ നിന്നെങ്കിലുമുള്ള ആളാണോ എന്നതിലാണ് ഇനി ഒരു വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. TH877-825 എന്ന നമ്പർ ആരുടേതാണ് എന്നറിയാനുള്ള ആകാംക്ഷ ബാക്കിയാക്കിക്കൊണ്ട് തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിൽ 1, 2, 3 സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നത്. 3ാം സമ്മാനത്തിന് വേണ്ടിയുള്ള നറുക്കെടുപ്പ് ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചെറിയ ചെറിയ സമ്മാനങ്ങൾ വേറെയും ഉണ്ട് എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. എടുത്തു പറയേണ്ട കാര്യം, ടിക്കറ്റ് വിൽപ്പനയിലും റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പ് പൂർത്തിയാകുന്നത്. കാരണം വിൽപ്പനയടക്കം പൂർത്തിയായിരിക്കുന്നത് ഏതാണ്ട് 75 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ 74,99,999 ടിക്കറ്റും വിറ്റ് പോയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ലോട്ടറി വകുപ്പിന് അതിലൂടെ ലഭിച്ച ഒരു വരുമാനം വലുതാണ്. അതിൽ ഏതാണ്ട് 97% നികുതി കഴിഞ്ഞുള്ള ബാക്കി പണം മുഴുവൻ ഈ ടിക്കറ്റ് വാങ്ങിയ ജനങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുകയാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പമാണ് 300 രൂപയുടെ പൂജാ ബമ്പറിന്റെ ടിക്കറ്റ് കൂടി പ്രകാശനം നിർവഹിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാത്തിരിപ്പിന് ആകാംക്ഷ നിർഭരമായ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. പക്ഷേ ആ ഭാഗ്യവാൻ ആരാണ് എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം തേടുകയാണ് കേരളം. അതാണ് TH577825 577-825. ഇതാണ് ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കിയ ആ ഭാഗ്യശാലി എടുത്ത ടിക്കറ്റ് നമ്പറാണിത്. TH577825 എന്നുള്ളത്. അദ്ദേഹം ഇത് അറിഞ്ഞു കാണുമോ, ഇപ്പോൾ ഇത് കാണുന്നുണ്ടോ, മനഃപൂർവ്വം പുറത്തേക്ക് വരാത്തതാണോ, പുറത്തേക്ക് വരുമോ ഉടനെ എന്നൊക്കെ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഇത് അറിയാവുന്നത് പാലക്കാട് നിന്ന് ആ ടിക്കറ്റ് വാങ്ങിയ ഏജന്റായ തങ്കരാജനായിരിക്കണം. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉടൻ തന്നെ അത് നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുമോ? ഇത് എവിടെയാണ് ഈ ടിക്കറ്റ് വിറ്റത്? അത് തിരുവനന്തപുരം സ്വദേശിയാണോ എടുത്തത്? തിരുവനന്തപുരത്താണ് വിറ്റതെന്ന് പറയുമ്പോഴും തിരുവനന്തപുരംകാരൻ തന്നെയാണോ ഇതെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഇപ്പോഴും വന്നിട്ടില്ല. പാലക്കാട് സീരീസ് ആണ് ടിക്കറ്റ് എന്നുള്ളതാണ്. TH577825 എന്ന ഈ നമ്പറിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യശാലിയുടെ ഒന്നാം സമ്മാനം അടിച്ച 25 കോടിയുടെ ഉടമ അതാരാണ് എന്നറിയാനായി മലയാളികൾ ഉറ്റുനോക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള ആളുകളാണോ ഇനി അത് എടുത്തിട്ടുള്ളത് എന്നറിയില്ല. എന്തായാലും പലയിടത്തു നിന്നും നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ ഒരൊറ്റ ടിക്കറ്റ് മാത്രമാണ്, അച്ചടി പിശകുണ്ടായ ഒരൊറ്റ ടിക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ടിക്കറ്റുകളും വിറ്റു എന്നുള്ളതാണ് ഇത്തവണത്തെ തിരുവോണം ബമ്പറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ TH577825 എന്ന
ഒന്നാം സമ്മാനം നേടിയ ടിക്കറ്റ് എവിടെയാണ് വിറ്റത്, ആരാണത് വാങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് എത്താൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഒരു മലയാളിക്ക് തന്നെ ആയിരിക്കുമോ അടിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. പാലക്കാടാണ് ഏറ്റവും മുന്നിൽ നിന്നത്. ടിക്കറ്റ് വിൽപ്പന ഏറ്റവും നടന്ന ജില്ല പാലക്കാടാണ്. 14 ലക്ഷത്തിന് മുകളിലേക്ക് ടിക്കറ്റ് വിൽപ്പന പാലക്കാട് നടന്നു എന്നുള്ളതാണ്. രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂരും, മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരവുമായിരുന്നു. പാലക്കാട് നിന്നെടുത്ത ഈ ടിക്കറ്റ് തങ്കരാജൻ നൽകിയത് ആർക്കാണ്? തിരുവനന്തപുരത്ത് വിറ്റതാണ് ഈ ടിക്കറ്റ്. പക്ഷേ തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് മറ്റൊരു ജില്ലയിലുള്ള ഒരു സുഹൃത്തിന് നൽകിയതാണോ ഇനി അത്? അല്ലെങ്കിൽ യാത്ര പോകുന്ന വഴി, നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ യാത്ര പോകുന്നത് വഴി ആ സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ട് പോയതാണോ? ഒന്നും അറിയില്ല. എന്തായാലും അതൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളി. തിരുവോണം ബമ്പർ 2025 ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 25 കോടി രൂപ കരസ്ഥമാക്കിയിരിക്കുന്ന ടിക്കറ്റ് നമ്പർ ഇതാണ്. TH 577825 577 825. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇപ്പോഴും നറുക്കെടുപ്പ് തുടരുകയാണ്. ഡാൻ നേരത്തെ പറഞ്ഞതുപോലെ 21 കോടി യുവതികൾ ആണ് ഉള്ളത്. 1 കോടി വെച്ച 20 പേർക്കുണ്ട് രണ്ടാം സമ്മാനമായി. തീർച്ചയായിട്ടും നറുക്കെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. മൂന്നാം സമ്മാനമായി 20 പേർക്ക് കൂടി 50 ലക്ഷം രൂപ വീതം ലഭിക്കും. അതിൽ ഏതാണ്ട് 10 നമ്പറുകൾ, 10 പേരുടെ ആദ്യത്തെ 10 പേരുടെ 10 സീരീസിലുള്ള നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കും. ഇനി ശേഷിക്കുന്ന 10 കൂടിയുണ്ട്. അതും ഉടൻ തന്നെ പൂർത്തിയാകും. എന്തായാലും അതിലെ ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം ഈ ഒന്നാം സമ്മാനമായി 25 കോടിയും രണ്ടാം സമ്മാനമായ ഓരോ കോടി രൂപ വീതം 20 പേർക്കും. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത്. ആ നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് വിറ്റിരിക്കുന്ന, പാലക്കാട് നിന്നെടുത്ത ആ ടിക്കറ്റ് എവിടെ വിറ്റുപോയിരിക്കുന്നു, ആർക്കാണത് വിറ്റിരിക്കുന്നത് എന്നതറിയാനുള്ള ആകാംക്ഷയാണ് ഏറുന്നത്. അത് ഒരു മലയാളി തന്നെയാണോ, അതോ മറ്റേതെങ്കിലും അന്യനാടുകളിൽ നിന്ന് ഇവിടെ എത്തി ഭാഗ്യം പരീക്ഷിക്കാൻ ആയി ശ്രമിച്ച് ആരെയെങ്കിലും ഭാഗ്യം കടാക്ഷിച്ചോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും പാലക്കാടിനും അതോടൊപ്പം തിരുവനന്തപുരത്തിനും ഒരുപോലെ ഡിമാൻഡ് ഉണ്ടാക്കുന്ന കാര്യം തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പിലൂടെ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം തിരുവനന്തപുരത്ത് നമുക്ക് ഇന്ന് രാവിലെ പല ലോട്ടറി കടകളിലും ഹോൾസെയിൽ ഡീലർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ വരെ അവർ തന്നെ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരത്തോടെ ടിക്കറ്റ് പൂർണ്ണമായി തീർന്നു, ഇതുപോലൊരു വിൽപ്പന നടന്നിട്ടില്ല എന്നാണ്. കാരണം അത്തരത്തിൽ വലിയ ടിക്കറ്റ് വിൽപ്പനയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട്, അതായത് ഈ 27-ന് നടക്കേണ്ടിയിരുന്ന നറുക്കെടുപ്പ് ഒക്ടോബർ 4-ലേക്ക് മാറ്റിവെച്ചതോടെയാണ് റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് ടിക്കറ്റ് വിൽപ്പന മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അത് തന്നെയാണ് ഈ ഒരു തിരുവോണം ബമ്പർ നറുക്കെടുപ്പിനെ കൂടുതൽ ജനപ്രിയമാക്കി മാറ്റിയതും ജനങ്ങളത് ഏറ്റെടുക്കാനുണ്ടാക്കിയ സാഹചര്യവും അതുതന്നെയാണ്. ഏതാണ്ട് 74,99,000 ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കണക്കല്ല. അത് ലോട്ടറി വകുപ്പിനും ധനകാര്യ വകുപ്പിനും ഒക്കെ നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ലോട്ടറികൾ, അതായത് വലിയ തുകയുടെ ലോട്ടറികൾ കൂടുതലായി അച്ചടിച്ച് ഇറക്കുന്ന, പ്രകാശനം നടത്തുന്ന